ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാമ്പയർ ഡിറ്റക്റ്റീവിന്റെ 10th എപ്പിസോഡാണ്. ഈ ഒരു എപ്പിസോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഫുൾ സ്റ്റോറിയുടെ തന്നെ എല്ലാ ട്വിസ്റ്റും ടേണും ഒക്കെ ഈ ഒരു എപ്പിസോഡിലാണ് റിവീൽ ചെയ്തിരിക്കുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇത് ഫുള്ളും കാണാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഇൻസിഡന്റ് ആണ് കാണിക്കുന്നത്. ആ ഒരു സമയത്ത് ഹ്യങ് തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള മറ്റേ ഡിറ്റക്റ്റീവിന്റെ ഒപ്പം പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ വൂളിനെ മരിച്ചു പോയിട്ടുള്ള ഒരാളുടെ പോക്കറ്റ് അടിച്ച് അയാളുടെ പേഴ്സ് കൈക്കലാക്കി എന്ന് പറഞ്ഞിട്ട് പോലീസുകാരെ വിളിച്ചുകൊണ്ടുവരുന്നത്. അങ്ങനെ അവർ ആ ഒരു പേഴ്സ് എടുത്ത് ചെക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ അവരുടെ സ്റ്റേഷനിൽ വാണ്ടഡ് ലിസ്റ്റിലുള്ള എന്നാൽ മരണപ്പെട്ടതായിട്ട് എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മ്യങ് എന്ന് പറഞ്ഞ ഒരാളുടെയാണ് ഒരു പേഴ്സ് എന്ന് ഹ്യങ് കണ്ടുപിടിക്കുന്നത്. ഇതിലൂടെ തന്നെ അവനൊരു പക്ഷെ എല്ലാരെയും പറ്റിക്കുന്നതാണെന്നും ഇപ്പോഴും ഈ ഒരു മ്യങ് ജീവനോടെ ഉണ്ടായിരിക്കുമെന്നും സംശയിച്ച് ഹ്യങ് ഈ ഒരു കേസ് തന്നെ റീഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇനി പ്രസന്റിലേക്ക് കാണിക്കുകയാണെങ്കിൽ തലേ ദിവസം യൂജിൻ ഒരു ഫോൺ ബൂത്തിന് അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ സാൻ കഷ്ടപ്പെട്ട് ആ ഒരു ഫോൺ ബൂത്ത് ഒക്കെ കണ്ടുപിടിച്ച് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കടയിൽ പോയിട്ട് CCTV ഫുട്ടേജ് ഒക്കെ നോക്കുന്നതിന്റെ ഇടയിൽ യൂജിനാണ് അവിടെ വന്നതെന്നുള്ള കാര്യം ആ ഒരു ക്യാമറയിലൂടെ അവൻ കണ്ടിട്ട് വീട്ടിലെത്തിയതിനു ശേഷം ഈ ഫുട്ടേജ് എല്ലാം തന്നെ ഗ്യൂഹിങ്ങിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫോട്ടോ കണ്ടിട്ട് ഇത് യൂജിനല്ലേ, ഇവൾ ഇപ്പോഴും എങ്ങനെയാണ് ജീവനോടെ ഇരിക്കുന്നത് എന്ന അതിശയത്തോടെ ഹ്യങ് ചോദിക്കുന്നുണ്ട്. ഇതിലൂടെ തന്നെ ഹ്യങ്ങിന് മുമ്പേ തന്നെ യൂജിനെ അറിയാമെന്ന് നമുക്ക് ഉറപ്പാക്കാം. പിന്നീട് വീണ്ടും നമ്മൾ ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ട പോലെ സാനിനെയും യൂജിനെയും പിന്നെ അവന്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ആ ഒരു ടീവൂക്കിനെയും ആ ഒരു ഡീൻ വിളിക്കുന്നേക്കാളും മുമ്പ് ആ ഒരു ഡീനിനെ കണ്ട് ഇറങ്ങുന്ന ഹ്യങ്ങിനെ നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഡീന് അവരോട് 3 പേരോടും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള ഈ ഒരു മിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ 3 പേരും കൂടിയിട്ട് പ്രസന്റിൽ ഹ്യങ്ങും സാനും താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ സാനിന്റെ വളരെ കീൻ ആയിട്ടുള്ള ഒബ്സർവേഷനും അതിന്റെ സ്കിൽസ് ഒക്കെ കണ്ട് ഹ്യങ് വളരെ ഇംപ്രസ്ഡ് ആകുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ട് അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള യൂജിന് ഭയങ്കര അഭിമാനമൊക്കെ തോന്നുന്ന സമയത്ത് ടേബുക്കിനാകട്ടെ അവരോട് ഭയങ്കര ജലസിയാണ് തോന്നുന്നത്. അങ്ങനെ അതിനുശേഷം ഹ്യങ് ഈ ഒരു കേസിനെ കുറിച്ച് അവരോട് 3 പേരോടായിട്ട് പറയുന്നുണ്ട്. അതിൽ നമ്മൾ ഈ ഒരു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ വാണ്ടഡ് ലിസ്റ്റിൽ കിടക്കുന്ന മ്യങ്ങിനെ കണ്ടതാണ്. അങ്ങനെ മ്യങ് CEO ആയിട്ടുള്ള കമ്പനിയുടെ കുറെ തട്ടിപ്പുകളും പണയിടപാടുകളും ഒക്കെ പോലീസിന് ഭയങ്കര സംശയമുള്ളതാണ്. മാത്രമല്ല ഇതുവരെ മരിച്ചുപോയി എന്ന് പറഞ്ഞ ഒരാളുടെ പേഴ്സ് ഈ അടുത്ത് കിട്ടിയതുകൊണ്ട് അയാൾ ഇനി ഒരു പക്ഷെ ഒളിച്ചു ജീവിക്കായിരിക്കുന്നു അയാൾ ജീവനോടെ ഉള്ളതായിട്ടും ഇപ്പൊ പോലീസ് സംശയിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു കമ്പനീനെ പറ്റി അന്വേഷിക്കാൻ പോയിട്ടുള്ള ഒരു പോലീസുകാർ ഇന്നേ വരെ തിരിച്ചു വന്നതായിട്ട് ആർക്കും തന്നെ അറിയില്ല. അതുകൊണ്ട് ഒരു പോലീസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു സ്പെഷ്യൽ ടീമിനെ നോക്കി പോയപ്പോഴാണ് ഇവരെ 3 പേരെയും ഈ ഒരു മിഷനിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. അങ്ങനെ മ്യങ്ങിനെ പിടിച്ചിട്ട് ആ ഒരു കമ്പനിയുടെ ഡാർക്ക് സീക്രട്ടുകളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാം എന്നതാണ് അവരുടെ ആ ഒരു സ്പെഷ്യൽ മിഷൻ. അങ്ങനെ ഇതൊക്കെ അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് അവര് ഈ ഒരു ടാസ്കിന് റെഡിയല്ലേന്ന് അവരുടെ തന്നെ അപ്രൂവൽ ഒക്കെ ചോദിച്ച് ആ ഒരു കമ്പനിയുടെ വർക്കിംഗ് എങ്ങനെയാണെന്നും അതിന് പുറകിലുള്ള ബിസിനസ് സ്ട്രാറ്റജീസ് ഒക്കെ കുറെ എക്സാമ്പിളിലൂടെ ഹ്യങ് ഇപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഇനി അവരെ നിന്നിട്ട് ഒരാൾ ആദ്യമായിട്ട് ആ ഒരു കമ്പനിയിൽ ഒരു സ്റ്റാഫ് എന്ന പോലെ ജോയിൻ ചെയ്യണമെന്ന് പറയുമ്പോൾ സാൻ ആകട്ടെ താൻ അതിന് വില്ലിംഗ് ആണെന്നും ഞാൻ തന്നെ ആദ്യം പോവാമെന്ന് പറയുമ്പോൾ ഇത് കേട്ട് ഓൾറെഡി സാൻ്റെ അടുത്ത് ജലസിയും അസൂയും കുശുമ്പും അങ്ങനെയൊക്കെയുള്ള ടേവു ആകട്ടെ അവൻ ആദ്യം പോവാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സാനും ടേവുവും തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കത്തിലൊക്കെ വരുന്നുണ്ടെങ്കിലും ലാസ്റ്റ് ടേവു തന്നെ ആദ്യം ആ ഒരു കമ്പനിയിലേക്ക് പോവാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടേവു ആദ്യൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് പിന്നെ പതിയെ യൂജിനെയും ആ ഒരു കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ 2 പേരും കൂടി ഫീൽഡിലേക്ക് ഇറങ്ങി കേസിന്റെ കാര്യങ്ങൾ കൂടുതൽ നോക്കുമ്പോൾ സാൻ ഹ്യങ്ങിന്റെ കൂടെ കുറച്ചും കൂടി ഈ ഒരു കേസ് നോക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ടേവു ഒരു കമ്പനിയിലേക്ക് എംപ്ലോയി ആയിട്ട് കയറുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവൻ മുഖത്തായിട്ട് ഒരു കണ്ണട വെച്ചിരിക്കുന്നതും നമുക്ക് കാണാം. പക്ഷെ അത് ഒരു നോർമൽ സ്പെക്സ് അല്ല എന്ന് മാത്രമല്ല അതിന് ക്യാമറ വിഷൻ ഉള്ളതുകൊണ്ട് അവൻ ആ ഒരു കമ്പനിയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിലൂടെ വീട്ടിലിരിക്കുന്ന സാനിനും ഹ്യങ്ങിനും കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ഒരു ടെക്നോളജി വെച്ചിട്ട് അവൻ ആരൊക്കെ അവിടെ മീറ്റ് ചെയ്യുന്നു എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നു എന്നൊക്കെ സാനും ഹ്യങ്ങും കൂടി വീട്ടിലിരുന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ടേവു ആകട്ടെ ഒഫീഷ്യലി ആ ഒരു കമ്പനിയിൽ കയറിയിട്ട് ബാക്കിയുള്ള എല്ലാവരുടെയും തന്നെ ഹെൽപ്പോട് കൂടിയിട്ട് ആ ഒരു കമ്പനിയുടെ വർക്കൊക്കെ 100% പ്രൊഫഷണൽ ആയിട്ട് തന്നെ അവൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവൻ അവിടുത്തെ ഒരു ഫേവറേറ്റ് എംപ്ലോയി ആയിട്ട് മാറുമ്പോൾ അവൻ യൂജിനെയും അവന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ആ ഒരു കമ്പനിയിലേക്ക് കയറ്റുന്നുണ്ട്. ശരിക്കും അവൾ അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹ്യങ്ങും സാനും ഒന്നും അറിഞ്ഞിട്ട് ചെയ്തതല്ലെങ്കിലും ടേവുക്കിന് ഓൾറെഡി യൂജിനെ ചെറിയൊരു താല്പര്യം ഉള്ളതുകൊണ്ട് അവൻ ആ ഒരു അവസരം മുതലാക്കിയിട്ടാണ് അങ്ങനെ ഗേൾഫ്രണ്ട് എന്ന രീതിയിൽ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതേ സമയത്ത് അവിടെ ഇരിക്കുന്ന മറ്റൊരു എംപ്ലോയി കപ്പിൾസ് ആണെന്ന് കരുതി അവരോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് പരസ്പരം വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവര് 2 പേരും 2 ഉത്തരം പറഞ്ഞ് ചെറുതായിട്ട് അവരുടെ പ്ലാൻ ഒന്നും ഫ്ലോപ്പായി പോകുന്നുണ്ടെങ്കിലും പിന്നീട് അവരെങ്ങനെയൊക്കെയോ അത് മാനേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സാനിനാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവനിതൊന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ ഇതെല്ലാം വർക്കായിട്ട് മാത്രം എടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഹ്യങ് ആകട്ടെ ഇന്ന് അവർ പെട്ടതുപോലെ ഇനി പെടാൻ
ചെയ്യാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ പരസ്പരം ഒന്നും കൂടി മനസ്സിലാക്കണമെന്നും അതുകൊണ്ട് റിയൽ ലൈഫിലും നിങ്ങൾ ഡേറ്റ് ചെയ്യുന്ന പോലെ ആവാനായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഇതിനോടൊന്നും തന്നെ റെസ്പോണ്ട് ചെയ്യാണ്ട് സാൻ ഇരിക്കുന്ന കണ്ടിട്ട് ടേവൂക്ക് വന്നിട്ട് ശരിക്കും എന്നെ അവളെയും ഒരുമിച്ച് കാണുമ്പോൾ നിനക്ക് ഇറിറ്റേഷൻ ഒന്നും ഇല്ലെന്നും അതോ നീ മനഃപൂർവ്വം പ്രിറ്റൻഡ് ചെയ്യണതാണോ എന്നും അവനോട് ചോദിച്ച് വെറുതെ അവൻ ഇങ്ങനെ ഇട്ട് ചൊറിയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇത് ജസ്റ്റ് വർക്കായിട്ടാണ് താൻ എടുത്തിട്ടുള്ളൂ എന്നും എങ്ങനെയൊക്കെ ആയാലും ഫീൽഡിൽ വെച്ച് യൂജിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് മാത്രം സാൻ അവനോട് പറയുന്നുണ്ട്. ഇതേസമയം പ്രസന്റിലാകട്ടെ സാൻ യൂജിൻ തലേ ദിവസം അവനെ കോൾ ചെയ്തതിനു ശേഷം കയറിപ്പോയ ആ ഒരു ടാക്സി ഡ്രൈവറെ കണ്ടുപിടിച്ച് അവന്റെ കാറിൽ തന്നെ യൂജിൻ പോയ അതേ സ്ഥലത്തേക്ക് ഇപ്പൊ പോകുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് വീണ്ടും പാസ്റ്റില് യൂജിനും സാനും തമ്മിൽ പരസ്പരം സംസാരിക്കുന്നതും അവർ രണ്ടുപേരും പരസ്പരം പ്രൊട്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അവരുടെ ലവ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നതൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഹ്യങ് പറഞ്ഞതുപോലെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് യൂജിനും ടേവും കൂടിയിട്ട് ഒരു ഡേറ്റിനൊക്കെ പോകുന്നുണ്ടെങ്കിലും ആ ഒരു ഡേറ്റിനുടനീളം തന്നെ യൂജിൻ ഒട്ടും തന്നെ കംഫോർട്ടബിൾ അല്ലെന്ന് അവളുടെ മുഖം നോക്കി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ ടേവു ആണെങ്കിൽ അവസരം മുതലാക്കി അവളോട് കൂടുതൽ അടുക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ടെങ്കിലും യൂജിൻ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് അവന്റെ ഇടയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അന്ന് വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ സാൻ അവളെ വെയിറ്റ് ചെയ്ത് ഇത്ര നേരം ഇരിക്കുന്നതും അവളെ കണ്ടപ്പോൾ തന്നെ ഓടിപ്പോയി ഹഗ് ചെയ്ത് അവളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ സമയം കടന്നു പോകുന്നതിനനുസരിച്ച് യൂജിനും ടേവുക്കും ഒരു കമ്പനിയിൽ ബെസ്റ്റ് പെർഫോമൻസസ് ഒക്കെ നടത്തിയിട്ട് ഓരോ സ്റ്റെപ്പ് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരൊരു ദിവസം ടീം ഡിന്നറിൽ വെച്ചിട്ട് യൂജിൻ വളരെ കുടിച്ചു ബോധം കെടുമ്പോൾ ടേവുക്കാണ് യൂജിനെ എടുത്ത് കാറിലൊക്കെ കയറ്റുന്നത്. ഇതൊക്കെ തന്നെ അവന്റെ സ്പെക്സിന്റെ ക്യാമറ വിഷനിലൂടെ സാനും ഹ്യങ്ങും കാണുന്നുണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് ആ ഒരു ക്യാമറയിൽ കുറെ നേരം യൂജിനെ ഫോക്കസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അവൻ ആ ഒരു ക്യാമറ എടുത്ത് ഊരിക്കളയുന്നുണ്ട്. ഇത് കണ്ട് പെട്ടെന്ന് എന്താ ഉണ്ടാവുന്നതെന്ന് അറിയാണ്ട് സാനും ഹ്യങ്ങും ആകെ ടെൻഷനായിട്ട് വെയിറ്റ് ചെയ്ത് ഏറ്റവും അവസാനം അവൻ യൂജിനെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ താൻ ഓടി വന്ന് അവന്റെ കയ്യിൽ നിന്ന് അവളെ എടുത്ത് വാങ്ങിച്ച് അവൻ ഇപ്പൊ ചെയ്തത് ശരിയായില്ല എന്ന് ഹ്യങ്ങും ഇപ്പൊ അവനോട് പറയുന്നുണ്ട്. ഇതിലൂടെ തന്നെ ടേവൂക്കിന് ശരിക്കും യൂജിന്റെ അടുത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ഉള്ളതായിട്ടും അതിന്റെ ഇടയിൽ സാനും യൂജിനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന ഒരു ചിന്തകളൊക്കെ ഇപ്പോ ടേവൂക്കിന് വരുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവൻ കമ്പനിയിലിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് യൂജിൻ എവിടെയെന്ന് ഹ്യങ് അവനോട് ഫോൺ വഴി ചോദിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ യൂജിനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫീമെയിൽ സ്റ്റാഫ് വിളിച്ചുകൊണ്ട് പോയിന്ന് പറഞ്ഞ് പിന്നീട് അവൻ നോക്കാൻ പോകുമ്പോൾ അവിടെ ആ ഒരു ഫീമെയിൽ സ്റ്റാഫിന്റെ ഒപ്പം യൂജിനെ കാണാത്തോണ്ട് വേഗം തന്നെ യൂജിനെ നോക്കി അവിടേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് സാൻ ആകട്ടെ വീട്ടിലിരുന്ന് അവിടെയൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അവനോട് പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ എനിക്ക് ഓർഡർ തരാൻ മാത്രം നീ ആയിട്ടില്ലെന്ന് പറഞ്ഞ് അവനൊരു സ്പെക്സൂരി വലിച്ച് കളയുന്നുണ്ട്. പിന്നെ പിന്നീട് ആ ഒരു ഫീമെയിൽ ഇറങ്ങി വന്നിട്ടുള്ള ഒരു റൂമിൽ കയറി അവിടെയൊക്കെ നോക്കുന്നതിന്റെ ഇടയിൽ ഒരു ബ്ലഡിന്റെ പാക്കറ്റുകളും ബോട്ടലുകളും അവിടെ ഉള്ളതായിട്ട് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അവന്റെ തലയുടെ ബാക്കിന് അടി കിട്ടിയിട്ട് അവൻ അൺകോൺഷ്യസ് ആയിട്ട് താഴേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ അവന് ബോധം വരുന്ന സമയത്ത് യോന എന്ന് പറയുന്ന ആ ഒരു വാമ്പയർ അവന്റെ മുമ്പിൽ ഇരിക്കുന്നതായിട്ടും അവളുടെ ബാക്കിലായിട്ട് ഒരു ഡെഡ് ബോഡിയും അവൻ കാണുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് മനസ്സിലാക്കിയിട്ട് നീ ആരാണെന്ന് അവൻ ചോദിക്കുമ്പോൾ യോനയാകട്ടെ യൂജിൻ ഇപ്പൊ അവളുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് അവനോട് പറയാണ്. മാത്രമല്ല അവനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവനിപ്പോ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണെന്നും തന്റെ കമ്പനിക്കെതിരെ അവരുടെ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും എല്ലാം യോന കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് ശരിക്കും ഈ ഒരു കമ്പനിയുടെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് യോനയാണെന്ന് നമ്മളും അറിയുന്നത്. അങ്ങനെ പിന്നീട് യോന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മ്യങ്ങിനെ തനിക്ക് കാണണമെന്നും മിസ്സിംഗ് ആയി പോയിട്ടുള്ള അവനെ 2 മണിക്കൂറിനകം കണ്ടുപിടിച്ച് എന്റെ കയ്യിൽ എത്തിച്ചില്ലെങ്കിൽ യൂജിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കുന്നു യോന പറയുന്നത് കേട്ടിട്ട് ആ മ്യങ്ങിനെ കണ്ടുപിടിക്കാനായിട്ട് ടേവു പോകുന്നുണ്ട്. അങ്ങനെ ടേവു ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ അവൻ കുറെ UV ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ടേവു ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ മ്യങ് അവനെ കണ്ടപ്പോൾ തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ടേവു അവനെ തന്നെ ഗൺ പോയിന്റിൽ വെച്ച് സത്യങ്ങളൊക്കെ തന്നോട് പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ശരിക്കും ആ ഒരു കമ്പനി എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അവരാദ്യം തന്നെ ഏതെങ്കിലും വയ്യാത്ത ആൾക്കാരുള്ള പേഷ്യൻസിന്റെ ഫാമിലി വിസിറ്റ് ചെയ്തിട്ട് അവരുടെ അസുഖങ്ങളൊക്കെ മാറ്റാമെന്നും പറഞ്ഞിട്ട് വലിയൊരു എമൗണ്ട് കളക്ട് ചെയ്തിട്ട് ഈ വാമ്പയേഴ്സിന്റെ ഒക്കെ ബ്ലഡ് അവരുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാണ് ചെയ്യുക. ഇതിലൂടെ തന്നെ ആ ഒരു പേഷ്യൻസിന്റെ അസുഖം മാറുമെന്ന് മാത്രമല്ല അവര് ഒരു വാമ്പയേഴ്സ് ആയിട്ട് മാറുകയും ചെയ്യും. പിന്നീടാണ് ഇവരുടെ ഒരിക്കത്തെ ബിസിനസ് തന്നെ തുടങ്ങുന്നത്. പിന്നീട് ആ ഒരു കമ്പനി ഒരു പേഷ്യന്റിന്റെ ഫാമിലിയെ കോൺടാക്ട് ചെയ്തിട്ട് അവരുമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ട്. അതില് അവരുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ബ്ലഡ് എല്ലാം കളക്ട് ചെയ്യുന്ന ഡോണേഴ്സ് ആകുമെന്നും ഇനി അവർക്ക് ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ വലിയൊരു ഹ്യൂജ് എമൗണ്ട് കൊടുത്തിട്ട് ആ ഒരു ബ്ലഡ് ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നും ആ ഒരു എഗ്രിമെന്റ് അങ്ങനെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാതെ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് സൈൻ ചെയ്യേണ്ടി വരും. മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുതിയൊരു ഐഡന്റിറ്റി കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു കാര്യം പുറത്തേക്ക് വരാണെങ്കിൽ അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. യങ് ആകട്ടെ തന്റെ മക്കൾക്ക് ഇതുപോലെ ഒരു അസുഖം വന്നപ്പോൾ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പനിയെ സമീപിക്കുന്നതും പിന്നീട് ഈ ഒരു സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയതെന്നും പറയുന്നുണ്ട്. പക്ഷെ അവനാകട്ടെ ഇതിനോടൊന്നും ഒട്ടും തന്നെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒരു കമ്പനിക്കെതിരെ മൂവ് ചെയ്യാനായിട്ട് അവൻ തീരുമാനിച്ചപ്പോഴാണ് യോന ഇതെല്ലാം അറിഞ്ഞ് ഇപ്പൊ അവനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേ സമയത്ത് യോനേനെ നീ കണ്ടുവെങ്കിൽ നിന്റെ കാര്യം അധികം വൈകാതെ തീരുമാനമാകുന്നു പറഞ്ഞിട്ട് അവൻ ടേവുവിനെ വോൺ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അടുത്ത സീനിൽ ടേവു നേരെ യോനേനെ ചെന്ന് കണ്ടിട്ട് താൻ അറിഞ്ഞതൊക്കെ സത്യമാണെന്നും
നീ ശരിക്കും ഒരു വാമ്പയർ ആണോ എന്ന് ടേവു ചോദിക്കുന്ന സമയത്ത് നീ കേട്ടതെല്ലാം ശരിയാണെന്ന് യോന പറയുന്നുണ്ട്. എന്നിട്ട് അവൾ ടേവുവിനെ കഴുത്തിന് പിടിച്ചിട്ട് നിന്റെ ചോര ഫുള്ള് ഞാൻ കുടിച്ചു തീർക്കുമെന്ന് പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് നിനക്കെന്തായാലും അതൊരിക്കലും എന്നോട് ചെയ്യാൻ പറ്റില്ലെന്നും കാരണം ഇപ്പൊ നീ അന്വേഷിക്കുന്ന മെങ്ങ് എന്റെ കസ്റ്റഡിയിലാണെന്നും അവൻ പറയുമ്പോൾ യോന അവനെ ഉപദ്രവിക്കാതെ വിടുന്നുണ്ട്. എന്നിട്ട് അവൾ അന്വേഷിക്കുന്ന ആ ഒരു മെങ് എന്ന് പറഞ്ഞ ആള് ഇപ്പൊ എവിടെയാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നും ആ ഒരു അഡ്രസ്സ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു തരണമെങ്കിൽ എന്നെ നീ ബൈറ്റ് ചെയ്ത് ഒരു വാമ്പയർ ആക്കാനായിട്ട് അവളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഞാനൊരു വാമ്പയർ ആയാലേ എന്റെ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുള്ളൂ എന്ന് അവൻ പറയുമ്പോൾ അവനെ പോലെ ഒരാളെ വാമ്പയർ ആക്കിയിട്ട് അത് പിന്നെ എനിക്ക് തന്നെ പണിയാവുമെന്ന് പറഞ്ഞിട്ട് അവളത് കേൾക്കാണ്ടിരിക്കുന്ന സമയത്ത് അവൻ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു ഗണ്ണ് വെച്ച് അവരുടെ തലയിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് അവിടെ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ യോനയെ സംബന്ധിച്ച് അവൾക്ക് ഇപ്പൊ ഏറ്റവും ആവശ്യം ഈ മെങ് എന്ന് പറഞ്ഞ ആൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാന്നുള്ളതാണ്. അത് ഈ ലോകത്ത് ഇപ്പോ ടേക്ക് മാത്രം അത് അറിയുള്ളൂ എന്നതുകൊണ്ട് അവൾക്കൊരിക്കലും ടേനെ അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ പവേഴ്സ് ഉപയോഗിച്ച് ഇവനെ ഒരു വാമ്പയർ ആക്കുമെന്ന് അവന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ അവന്റെ പ്രതീക്ഷകളൊന്നും തന്നെ തെറ്റാതെ മെങ്ങിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് യോന അവളുടെ കൈ തന്നെ മുറിച്ചിട്ട് ആ ഒരു ബ്ലഡ് മരിച്ചടക്കുന്ന ടേയുടെ വായിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ അങ്ങനെ ഒരു വാമ്പയർ ആയിട്ട് ഇനീറ്റ് വരുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സമയത്ത് യൂജിനിന്റെയും സാനിന്റെയും ഒരുപാട് മെമ്മറീസും അവൻ എത്രമാത്രം യൂജിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവന്റെ മൈൻഡിലൂടെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിനക്കൊരിക്കലും ഇനി തിരികെ ഒരു മനുഷ്യനായിട്ട് പോകാൻ പറ്റില്ലെന്ന് യോന പറയുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ അങ്ങനെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ എങ്ങനെയാണ് ടേ ഒരു വാമ്പയർ ആയെന്ന് നമുക്ക് മനസ്സിലായിരിക്കുകയാണ്. മാത്രമല്ല അവരുടെ മിഷനും എന്താണെന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇനി ഇതിന്റെ അടുത്ത എപ്പിസോഡിലാണ് യൂജിനെ എന്തിനാണ് സാനിനെ കൊന്നതെന്നും എന്തിനാണ് അവനിന്ന് ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് നിൽക്കുന്നതെന്നൊക്കെ റിവീൽഡ് ആകുന്നത്. അപ്പൊ അടുത്ത എപ്പിസോഡായിട്ട് നാളെ വീണ്ടും കാണാം. ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഡ്രാമയൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റുകൾ വഴി ഞങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ.